ശ്രീചന്ദ്രൻ, കേരളത്തിൽ നിന്ന് മലയാളി അംഗന്മാരൊക്കെ ഇതാ റേപ്പ് ചെയ്തോ എന്ന് അങ്ങനെ എന്താ പറയണ്ടേ, അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ധർമ്മസ്ഥലയിൽ വന്നത് എന്ന രീതിയിലാണ് ശ്രീ വിനോദ് മേക്കോത്ത് ഇവിടെ അവതരിപ്പിച്ചത്. കേരളത്തിൽ നിന്ന് കാണാതായവർ അടക്കം ധർമ്മസ്ഥലയിൽ റേപ്പിന് വിധേയമായി ബലാത്സംഗത്തിന് ഇരകളായി കൊല ചെയ്യപ്പെട്ടു. താങ്കളെ എത്രയോ വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ആശങ്ക ധർമ്മസ്ഥലയിൽ ഉള്ളവർക്ക് ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല 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 ധർമ്മസ്ഥലത്ത് ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞു, ചിന്നയ്യൻ പറഞ്ഞു വെളുത്ത സാരി ഉടുത്തിട്ട് അവിടെയൊക്കെ ശവങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഈ വെളുത്ത സാരി ഉടുത്തു അങ്ങനത്തെ കഥകൾ ഈ ചിന്നയ്യൻ എന്ന് പറയുന്നവന് അങ്ങനെ പറയാനേ അറിയത്തില്ല. പക്ഷെ അവന്റെ തലയോട്ടിയിലേക്ക് ഇപ്പൊ ഒരു തലയോട്ടി ഇവര് കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇവന്റെ തലയോട്ടിയിലേക്ക് ഈ ഷഡ്യന്ത്രം നടത്തുന്ന അങ്ങനത്തെ ഈ ഒരു ബാച്ച്, ആക്ച്വലി എന്ന് പറഞ്ഞാൽ മനാപ്പായന്റെ ബാച്ച് എന്ന് തന്നെ പറയാം. അപ്പൊ അവര് ഇവന്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ പറയണം, ഇതുപോലെ പറയണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ടായിട്ടില്ല ഇങ്ങനത്തെ യൂട്യൂബേഴ്സോടെല്ലാം അവര് ആദ്യ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് അവർ വിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. അഥവാ ഒരു വെള്ളസാരി കൊടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഇല്ലേ, സ്റ്റേഷൻ ഇല്ലേ, കോർട്ട് ഇല്ലേ? അല്ല ഇത് നമ്മളെ ഇന്ത്യ അല്ലേ? ധർമ്മസ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാ രീതിയിലും എല്ലായിടത്തും പോലീസ് ഉണ്ട്, ഇവിടെ പഞ്ചായത്ത് ഉണ്ട്, എല്ലാ തീരുമാനങ്ങളും ആ ചുറ്റുവട്ടത്തൊന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. 10-12 കിലോമീറ്റർ അപ്പുറത്ത്, അതും മനാഫാണ് ഇവിടെ വന്നിരുന്ന് പറഞ്ഞത്, 10-12 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമേ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും പരാതി കൊടുക്കാതിരുന്നു. 12 കിലോമീറ്റർ ദൂരമില്ലത് താലൂക്ക് ഹെഡ് പോസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. പക്ഷെ ധർമ്മസ്ഥലം ഗ്രാമമായ അടുത്ത് നല്ലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അത് ഇപ്പൊ കുറച്ച് വലിപ്പമായിട്ടുണ്ട്, അന്ന് കുറച്ച് ചെറുപ്പമായിട്ടുണ്ട്. അതിന് പോലീസ് സ്റ്റേഷൻ എല്ലാ കാലത്തും ഇല്ലതാണ് ധർമ്മസ്ഥലത്ത്. ഒരുപാട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ അവിടെ ഒരു പോലീസോ 2 പോലീസോ ഇല്ലവര് ഒരു ഔട്ട് പോസ്റ്റ് അന്നും ഉണ്ട്. ആകസ്മികമായി പുഴയിൽ ആരെങ്കിലും വീണ് മരിച്ചാൽ അന്നേരം ആദ്യമായി പോയി ചെല്ലുന്നത് ധർമ്മസ്ഥലത്തിന്റെ ഒരു സ്റ്റാഫും ഈ പോലീസുമാണ്. അതിനെ അങ്ങനെ എടുത്ത് അവർക്ക് അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിന് അയച്ചു കൊടുക്കുക. അല്ല അഡ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അധികാരികൾ, അതായത് ഡോക്ടേഴ്സ്, പോലീസ്, ഇവരെല്ലാം തീരുമാനിച്ച് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന് ഉത്തരയില്ല, അഡ്രസ്സേ ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം അതിന് വേണ്ടുന്ന ഏത് ചെയ്യും പ്രൊസീജിയർ പ്രകാരം അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടുകയാണ്. അത് കത്തിക്കലല്ല. ധർമ്മസ്ഥലത്ത് അങ്ങനത്തെ ഒന്നും ചെയ്യില്ല, കത്തിക്കുന്നത് അങ്ങനത്തെ ഒന്നും പതിവില്ല, ചെയ്യുകയാണ്. അത് അങ്ങനത്തെ ആകസ്മികമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നേത്രാവതി പുഴയില് വേറെ സ്ഥലത്തുനിന്ന് ബോഡികൾ വരാനുള്ള സാധ്യത ഉണ്ട്. പറഞ്ഞാൽ നേത്രാവതി പുഴ ഭയങ്കര വിസ്താരമായ പുഴയാണ്. വേറെ നാട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ ഒരു വേലി കഷ്ണം ഉണ്ട്, അതിൽ ഈ ചീഞ്ഞ് നാറിയ പൊടിയായ എല്ല് കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും അത് അവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശുചീകരണ തൊഴിലാളി അവൻ ഒരുത്തൻ മാത്രമല്ല അവിടെ ശുചീകരണ തൊഴിലാളി. ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഒരുത്തൻ മാത്രമല്ല, അവിടെ ഒരുപാട് ആൾ തൊഴിലാളികളുണ്ട് ആ ധർമ്മസ്ഥലത്ത്. ഒരുപാട് ആൾ നേത്രാവതി പുഴയുടെ അടുത്ത് ക്ലീൻ ആക്കാനും ആളുണ്ട്. അപ്പോൾ അവരെടുത്തിട്ടാൽ അതിന് വേണ്ടുന്ന പ്രൊസീജിയർ പ്രകാരം ഇത് എടുക്കുക. അതിന് അഡ്രസ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ വ്യക്തികൾ അവരെ കൂടെ വന്നവരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടെ മരിച്ചതെല്ലാം അവിടെ തന്നെ കുഴിച്ചിടുക, അവിടെ തന്നെ കത്തിക്കുക, അങ്ങനത്തെ ഒരു ചരിത്രയും ധർമ്മസ്ഥലത്തില്ല. എവിടെയെങ്കിലും അപരൂപമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ഇല്ലെങ്കിൽ അത് വേണ്ട, ധർമ്മസ്ഥലത്ത് വന്ന് കാണാമല്ലോ. ഇപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ചെറുക്കളത്തുനിന്ന് ഒരു വ്യക്തി ഒരു വയസ്സായിട്ട് 88 വയസ്സായി, 3-4 കൊല്ലം ഇങ്ങനെ അലയാണ്. അവിടെ ഭക്ഷണം കിട്ടും, ചെലവിന് ഈ കുറച്ച് കാശും കിട്ടും, ഇങ്ങനെ നടന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആധാരവും ഇല്ല, ഒരു കാർഡും ഇല്ല, എന്നാലും ജീവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്നവർക്ക് എപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളും ചെറിയ കൈച്ചെലവിന് പൈസകൾ അവിടെ കിട്ടുന്ന ക്ഷേത്രമാണത്. വെറും ഇങ്ങനെ പറയുന്ന ഇവരൊക്കെ ഈ കഥകൾ സൃഷ്ടിച്ച അങ്ങനത്തെ ധർമ്മസ്ഥലമല്ല. ധർമ്മസ്ഥലത്ത് പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന പ്രകാരം എന്താന്ന് പറഞ്ഞാൽ ഈ ചിന്നയ്യൻ, ഈ തലയോട്ടിയുടെ കേസ് ഇപ്പൊ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇവര് തന്നെ സൃഷ്ടിച്ച ഒരു കഥകളാണ്. തലയോട്ടി കൊണ്ടിരിക്കുക, ധർമ്മസ്ഥലത്തിന് വിപ്ലവം ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും 1-2 അവരൊരു ഉദാഹരണം അത്രയാണ്. ഈ നേത്രാവതി ഏത് പരിസരത്ത് കളിച്ചാലും അവന് കുറച്ച് അറിയാലോ, ഒരു 10 കൊല്ലം പണിയെടുത്തവനല്ലേ. പക്ഷെ അവൻ കുഴിച്ചാൽ ഏതെങ്കിലും 1-2 കിട്ടും. പിന്നെ ഏതെങ്കിലും പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും മരിച്ച സ്ത്രീ ശവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇവർക്ക് ഈ അനന്യ എന്നില്ലേ ഒരു പേര് ഇട്ടിട്ടുണ്ടല്ലോ, അനന്യ. ഈ അനന്യയുടെ പേര് ഒരു ഭയങ്കരമായി കൊണ്ടാടാൻ വേണ്ടിയിട്ടില്ലേ എങ്ങനെയും ഈ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ പറയാതിരിക്കാൻ പാടില്ല. സൗജന്യ സംഘത്തിനെ 13 കൊല്ലമായിട്ടും അതിനെ ജീവന്തമായി വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ എന്നൊരു ജസ്റ്റിസ് അനന്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാഢമായ ഒരു ഗൂഢാലോചനയാണ് ഇവർ ചെയ്തിട്ടുള്ളതിൽ വേറൊരു സംശയമില്ല. അതുകൊണ്ട് നേത്രാവതിയിൽ അങ്ങനത്തെ കൊലപാതകം, പിന്നെ ഇങ്ങനെ ഈ ബലാത്സംഗങ്ങള് അത് ഈ നേത്രാവതി പരിസരത്ത് നേത്രാവതിയിൽ ആ നദിയുടെ അടുത്തൊന്നുമില്ല. പക്ഷെ പറയൂ ശ്രീചന്ദ്രൻ, ഈ സൗജന്യ കൊലക്കേസിൽ എന്തോ പുതിയ തുമ്പ് കിട്ടി എന്ന രീതിയിലാണ് ഇപ്പൊ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് വിനോദ്. ഇല്ല, ഞാൻ ഒന്ന് പറയാം.
ഇപ്പോ ഈ കേരളത്തിന്റെ ശരീര സംഗതി പറഞ്ഞു, അത് ചിന്നയുടെ തലേ റൂട്ടിൽ ഇവര് വെട്ടിവെച്ചത് എന്തിനെ അറിഞ്ഞാൽ കേരളത്തിന്റെ ജനങ്ങൾ കുറച്ച് അലർട്ട് ആകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ വെള്ളസാരി. അപ്പോ ഈ ചിന്ന എന്ന് പറയുന്ന അനാമികനല്ലേ, ഭീമനല്ലേ, അവൻ പറയും ഞാൻ ഒരുപാട് സാരികൾ കണ്ടു, ഒരുപാട് സ്ത്രീകൾ കണ്ടു. അപ്പൊ കേരളത്തിൽ ആരോ എന്തോ ചെയ്തിട്ടുള്ളതെല്ലാം ഈ പാപം ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ തലക്കെടുത്ത് വെക്കാമായിരുന്നു അവരുടെ ഉദ്ദേശം. അത് ആവൂല. അതിപ്പോ ഈ മനാഫേനെ അത്ര തന്നെ, മനാഫേനെ ഈ കർണാടക എപ്പോഴും മറക്കൂല, കർണാടക മറക്കുന്നു ഉദ്ദേശിക്കണ്ട. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിൽ നിന്ന് പഠിച്ചിട്ട് നടന്നിട്ട് വരികയാണ്. അത് നേത്രാവതിയിലാണ്. ധർമ്മസ്ഥലം ഒരുപാട് വിസ്താരമായ വലിയ ഗ്രാമമാണ്. ധർമ്മസ്ഥലമായിട്ട് നേത്രാവതിയായിട്ട് 3.5 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഈ നടന്നുകൊണ്ട് വരുമ്പോ ഒരു ഈ സന്തോഷ് റാവു അതാ പ്രതി കിട്ടിയതാണ്. അവ അന്ന് ചെയ്തു, കാട്ടിന്റെ ഉള്ളിലാണ് ഈ ശവം ഉണ്ടായത്. പക്ഷെ പിറ്റേന്ന് രാവിലെയാണ് ഒരുപാട് ആൾക്കാർ പോയത്. ആ കാട്ടിന്റെ ഉള്ളിലേക്ക് എന്റെ ഭാര്യയും കൂടി പോയിട്ടുണ്ട്. എന്റെ ഭാര്യയും കൂടെ പിറ്റന്നാള് എല്ലാ ജനങ്ങളും കൂടെ അവളും പോയിട്ട് ആ ശവത്തിനെ നോക്കിയിട്ടുണ്ട്. അന്നേരം അതേ കുട്ടിയുടെ വല്ലിച്ചൻ ബാലുഗൗഡ എന്ന് പറയുന്ന ആള് എന്റെ ഭാര്യയുടെ മുമ്പിൽ മാത്രമല്ല കുറെ ആളെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രി നമ്മൾ ഇതിലൊന്നും വന്നിട്ടില്ല, നമ്മൾ കുറച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കെ കൂട്ടിയിട്ടല്ല പോയത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വായിൽ തന്നെ വന്നിട്ടുണ്ട് അന്നത്തെ വാക്ക്. ഇത് 2012 നടന്ന സംഭവം. എന്നിട്ട് ഈ ബോഡി പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ എത്രയും വേഗം ഇതിനെ കൊണ്ടുവരാനില്ല. അതേ വീട്ടുകാരുടെ ശ്രമമാണ്. എന്താ പറഞ്ഞാൽ ഏതൊരു വീട്ടിലും ഇതുപോലെ സംഗതി കഴിഞ്ഞാൽ 24-48 മണിക്കൂർ കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഈ ബോഡി വിട്ട് കിട്ടിയാൽ ഇതിന് അന്ത്യക്രമം ചെയ്യണമല്ലോ എന്നില്ല ഭാവനാർത്ഥങ്ങൾ ആരെ വീട്ടിലും വരുന്നതാണത്. അതുപോലെ അവരെ വീട്ടിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാമ്പിളെല്ലാം എടുത്തിട്ട് അവിടെ ഡോക്ടർമാർക്ക് വിട്ടു വന്നിട്ടുണ്ട്. അവരതിനെ കത്തിച്ച് കളഞ്ഞ് അവരെ വീട്ടിൽ ചെയ്യുന്ന ക്രമപ്രകാരം ചെയ്തു. ഇത് 2012 നടന്ന സംഭവം. പക്ഷെ 2012 ഏറ്റവും ലാസ്റ്റില് അവിടത്തേക്ക് പണ്ടത്തെ കേന്ദ്ര ഇത് പൈസയുടെ മന്ത്രി ജനാർദ്ദന പൂജാരി. അപ്പൊ ജനാർദ്ദന പൂജാരി അയാൾക്ക് നല്ലൊരു പേരാണ്, ബടവര ബന്ധു എന്നുള്ള പേരിലെ വ്യക്തി ഇവരെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇങ്ങനെ ആയത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും അനുമാനമോ ഡൗട്ടോ ഉണ്ടോ? അന്നേരം ഇവര് പറഞ്ഞ വാക്കാന്നില്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ രീതിയിലും സഹായങ്ങളും ഇത് കാനൂന് പ്രകാരമായിട്ട് ധനമായിട്ട് എല്ലാ രീതിയിലും സഹായം ചെയ്യുന്ന ക്ഷേത്രമാണ് നമ്മളെ ധർമ്മസ്ഥല ക്ഷേത്രം. പൂജനീയ വ്യക്തി വീരേന്ദ്ര ഹെഗ്ഡെജി നമുക്ക് എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട്. പോലീസിന് ആദ്യം ഫോൺ ആക്കിയിട്ടുണ്ട്. എല്ലാ രീതിയിലും തനിക്ക് ചെയ്യാൻ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഡൗട്ട് നമുക്കില്ല. അന്നേരം ജനാർദ്ദന പൂജാരി 1 ലക്ഷം രൂപ പരിഹാരമായി കോൺഗ്രസ് ഫണ്ടിൽ നിന്ന് അയാൾ കൊടുക്കുന്നു. അയാൾ പോകുന്നു. ഇത് 2012 നടന്ന് കഴിഞ്ഞു. അന്നേരം 2 days ഇത് നടന്നിട്ട് 2-ാം ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സന്തോഷ് റാവിനെ പിടികിട്ടുന്നു. പോലീസുകാർ കൊണ്ടുപോയിട്ടാകുമ്പോ അവന്റെ എല്ലാ സ്റ്റേഷനിലും അവൻ തന്നെ അപരാധി തന്നെ ആയിട്ടുണ്ട്. അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 6 കൊല്ലം ജയിലിൽ ഉണ്ടായവനാ. ഇവര് വീണ്ടും 2013 വേറെ ആംഗിളിൽ ഇവര് പോയി. അന്നേരം വീരേന്ദ്ര ഹെഗ്ഡെജി ആയ പുണ്യവാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ തനിക്ക് ചെയ്തോ, ആര് വേണമെങ്കിലും CBIയോ CIDയോ അല്ല പോലീസ് ഉന്നത സ്ഥാനമാണോ, ഏത് ചെയ്താലും നമ്മളെ ക്ഷേത്രത്തിൽ നിന്ന് ഏതൊരു അഭ്യന്തരമില്ല. സത്യമാണ് പുറത്തു വരേണ്ടത്. സത്യം തന്നെ വന്നോട്ടെ എന്നുള്ളത് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് പരമപൂജ്യനായ വീരേന്ദ്ര ഹെഗ്ഡെജി. പിന്നൊന്ന് പറയാ എന്തെന്ന് പറഞ്ഞാല് ഇതിന്റെ കഥകളാണ് ഇപ്പൊ കാണുന്നില്ലേ. ഇവര് ഈ സൗജന്യനെ വെച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ വേറെ കഥകൾ ഉണ്ടാക്കാൻ നോക്കുന്നത് എത്ര വലിയ തെറ്റെന്നില്ല അറിയുന്നില്ലേ. ഇത്രയും ജനങ്ങൾക്ക് ഇല്ല. ഈ മനാഫ പറയുന്നുണ്ട്, ഞാൻ കർണാടകയിൽ തന്നെ ഉണ്ടായവനാണ്, എനിക്കെല്ലാം അറിയുന്നു. അപ്പൊ ഇവൻ ഈ ധർമ്മസ്ഥലത്ത് ഇത്ര 1000 ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇത്ര പേർക്ക് ധനസഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം വീരേന്ദ്ര ഹെഗ്ഡെജി സുഖജീവിയല്ല. അയാൾ ഒരുപാട് ആഭരണം ധരിക്കുന്നില്ല, അല്ല വലിയ സ്വന്തം ഹെലികോപ്റ്റർ വിമാനം എടുത്തിട്ട് പോകുന്നില്ല. സിമ്പിൾ ഒരു അംബാസഡർ കാറിലാണ് അയാൾ പോകുന്നത്. അയാൾ ഇവിടുത്തെ ഒരു 5 ദൈവത്തിന്റെ പ്രതിനിധിയാണ് വിശ്വാസികൾക്ക്. വിശ്വാസം ഇല്ലാത്തവർക്ക് അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ വിശ്വാസികൾക്ക് കുമാരസ്വാമി, കാളറാവു, കളർക്കായ്, കന്യാകുമാരി, അണ്ണപ്പ സ്വാമി എന്ന് പറയുന്ന ഈ 5 ദേവതകളെ ഒരു പ്രതിനിധിയാണ്. ഇവിടുത്തെ ദോഷങ്ങൾ, ശാപങ്ങൾ 7 തലമുറ വരെ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ധർമ്മസ്ഥലത്തേക്ക് 2 വിചാരിച്ചവർക്ക് ഒരു ശിക്ഷയാണ് അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പൊ ഏത് കാരണത്തോന്ന് പറയല, ധർമ്മം തലയിൽ കാക്കും. ഓക്കെ നന്ദി ശ്രീ KC ചന്ദ്രൻ.